ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന. മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വർഷത്തെ ശുശ്രൂഷ ബെനഡിക്റ്റ് പ്രയർ. ഇന്ന് 150-ാം ദിനം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ മക്കളെ സമർപ്പിക്കാം. അവരുടെ എല്ലാ കുറവുകളെയും, മക്കളുടെ എല്ലാ സംസാര ശീലങ്ങളെയും, അവരുടെ ബന്ധങ്ങളെയും, ഗുരുബോധരോടും അധികാരികളോടും മാതാപിതാക്കളായി നമ്മളോടൊക്കെയുള്ള അവരുടെ ബന്ധങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവാനുഗ്രഹപ്രദമായി തീരുവാൻ, അതിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ, മക്കളായിട്ട് ഇതിനെ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ ലഭിച്ചാലേ വളർച്ചയുള്ളൂ. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം മക്കളിലേക്ക് ഒഴുകിയിടണമെങ്കിൽ ചില ബ്ലോക്കുകൾ മാറ്റപ്പെടണം. അവരുടെ ജീവിതം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മാറണം. പ്രായത്തിൻ്റെതാവാം, ധിക്കാരത്തിൻ്റെ ആവാം, അന്നസനക്കേടിൻ്റെ ആവാം, എന്തുമായിക്കൊള്ളട്ടെ, അത് മാറിപ്പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 34-ാം സങ്കീർത്തനം 13-ാം വചനം: തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ ജീവിതത്തിൽ തിന്മയിൽ നിന്ന് നാവിലൂടെ വരുന്ന അനുസരണക്കേടുകൾ, പാപവാക്കുകൾ, ശാപവാക്കുകൾ, തെറിവാക്കുകൾ, അശ്ലീലങ്ങൾ, അശുദ്ധി എല്ലാം വിട്ടുമാറുവാൻ, എല്ലാ തരം നുണ പറയുന്ന സ്വഭാവം മക്കളുണ്ട്. തൊട്ടതിനും പിടിച്ചതിനും നുണ പറയുന്ന മക്കളുണ്ട്. ആ അസത്യം പറയുന്ന നാവ് വിശദീകരിക്കപ്പെടുവാൻ വേണ്ടി, നന്മയിലേക്ക് തിരികെ വരുവാൻ വേണ്ടി ദുർഭാഷണങ്ങൾ, പരദോഷങ്ങൾ, ഏഷണി, നാവ് മൂലമുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും, അവർ മക്കളെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന നാവിൻ്റെ ദുർവിനിയോഗം മാറ്റപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കൃപയുള്ള മക്കളായി തീരട്ടെ. നല്ല സംസാരം, മക്കളുടെ മുഖത്ത് നല്ല പുഞ്ചിരി, നല്ല പ്രകാശം, ഇടപെടുന്ന വ്യക്തികളുമായിട്ട് നല്ല ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളും സൂക്ഷിക്കുവാനുള്ള കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ. ആമേൻ. സങ്കീർത്തനങ്ങൾ 34:13: തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, മക്കൾ സ്നേഹവും മധുരവും കരുണയും മറ്റുള്ളവരിൽ ആകർഷണം ഉണ്ടാകട്ടെ. നാവിൽ സംഭവിക്കുന്ന എല്ലാ തിന്മയുടെ വാക്കുകൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിന്നും നിർബാധിക്ക് വിട്ടുപോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നുണ പറയുന്ന ശീലം, അസത്യം, വ്യാജം പറയൽ, ആണയിടിയിൽ, എല്ലാ തരത്തിലുള്ള നാവിൻ്റെ ദുർവിനിയോഗത്തിൽ നിന്നും ഞങ്ങളുടെ മക്കൾ സുരക്ഷിതരായി ദൈവമേ, ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളുടെ മക്കളുടെ നാവിനെ അഭിഷേകം ചെയ്യണമേ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.